ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൌഫ്. അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഒരു കിടിലൻ അടദോശയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ ഏത് രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള അടദോശ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടത്. ഇത് നമുക്ക് തക്കാളി ചട്നി എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ ഹെൽത്തിയുമാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് അടദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തലേ ദിവസം തന്നെ നമ്മൾ അതിനായിട്ട് തയ്യാറെടുക്കണം. ഞാനിവിടെ തലേ ദിവസം രാത്രിയിൽ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് ഞാനിവിടെ വെള്ളത്തിലിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 4 വറ്റൽമുളക് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ഉണ്ടല്ലോ, നമ്മൾ പായസമെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അത് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്ത് ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മട്ട റൈസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചോറെല്ലാം ഉണ്ടാക്കുന്ന ഏത് റൈസ് ആയാലും മതിയാവും, ഞാനിവിടെ മട്ട റൈസാണ് ഉപയോഗിക്കുന്നത്, അതുകൂടി ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ അതിലോട്ടായിട്ട് ചെറുപയർ ഉപയോഗിച്ചാലും മതിയാവും, ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ടായിട്ടൊരു 8-10 മണി കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഇതിലോട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അടുത്ത ദിവസം ഇതിനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ഇവിടെ മാറ്റി വെച്ച് ഇതിനെ അടച്ച് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാനിത് അരച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യ ബാച്ചിൽ ഞാനിത് മാത്രമാണ് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മുളകും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടു ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിതിനെ അരച്ചെടുക്കണം. ഈ ഒരു തിക്നെസ്സിലുമാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു ദോശമാവിൻ്റെ പരുവം. ഇനി നമുക്ക് അടുത്ത ബാച്ചും അരച്ചെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അതേ രീതിയിൽ തന്നെ ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 ചുവന്നുള്ളിയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ രീതിയിൽ തന്നെ ഇവിടെ അരച്ചെടുത്ത് ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിയുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇതിലോട്ടായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കൂടുതൽ സമയം നമ്മളിതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഉഴുന്ന് ദോശയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിലല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇതിനെ കുഴച്ചെടുക്കണം.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ വിറകടുപ്പിലാണ് ഇന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ സാധാരണ നമ്മുടെ കാസ്റ്റ് അയൺ ദോശക്കല്ലിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എണ്ണയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിലോട്ട് നല്ലെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എള്ളെണ്ണയുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു കയ്യിൽ നിറയെ ഈ കാണുന്ന രീതിയിലായിട്ട് ദോശമാവ് ഒഴിച്ചു കൊടുത്തു. ഇത് അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ അടദോശ ഉണ്ടാകുക. അപ്പോൾ ഇതിനെ നന്നായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതിയാവും. ഒന്ന് പരത്തി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ സമയം കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ചുകൂടി വെന്തും കിട്ടാനായിട്ട് നല്ലതാണ്. കുറച്ച് നേരം ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഈ അടപ്പെല്ലാം ഒന്ന് തുറന്ന് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇതിലോട്ടായിട്ട് നിങ്ങൾ കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതേ രീതിയിൽ തന്നെ ഇത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാനിവിടെ ഇതിൽ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ അടദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഈ അടദോശ മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിതിൻ്റെ കൂടെ സൈഡായിട്ട് ഉപയോഗിക്കുന്നത് തക്കാളി ചട്നിയാണ് കേട്ടോ. ഞാനിവിടെ ഈ തക്കാളി ചട്നിയുടെ റെസിപ്പി ഉണ്ടല്ലോ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ഈ രീതിയിൽ ഈ കിടിലൻ അടദോശ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്